പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/Malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 230-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: ജെറമിയ അധ്യായം 7, എസെക്കിയേൽ അധ്യായം 36, സുഭാഷിതങ്ങൾ അധ്യായം 14, വാക്യങ്ങൾ 29 മുതൽ 32 വരെ. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ജെറമിയ അധ്യായം 7. ദേവാലയത്തിലെ പ്രസംഗം. കർത്താവിൽ നിന്ന് ജെറമിയായ്ക്കുണ്ടായ വചനം ഇപ്രകാരമായിരുന്നു: നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ കവാടത്തിൽ നിൽക്കുക, അവിടെ ഈ വചനം പറയുക. കർത്താവിനെ ആരാധിക്കാൻ ഈ കവാടങ്ങളിലൂടെ വരുന്ന യൂദാ മുഴുവനുമേ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നന്നാക്കുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് താമസിപ്പിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന് പറയുന്ന ഇത്തരം പൊള്ളവാക്കുകളിൽ നിങ്ങൾ ആശ്രയം അർപ്പിക്കരുത്. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നന്നാക്കിയാൽ, ഒരുവൻ തൻ്റെ അയൽക്കാരനോട് യഥാർത്ഥത്തിൽ നീതി പ്രവർത്തിച്ചാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ഞെരുക്കാതെയും ഈ സ്ഥലത്ത് നിഷ്കളങ്ക രക്തം ചിന്താതെയും നിങ്ങളുടെ തന്നെ ദുരന്തത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതെയും ഇരുന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ എന്നേക്കുമായി നൽകിയ നാട്ടിലെ ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളെ താമസിപ്പിക്കും. ഇതാ പ്രയോജനം ചെയ്യാത്ത പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയം അർപ്പിക്കുന്നത്. മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും വ്യാജമായി ആണയിടുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്തിട്ട് എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഈ നിന്ദതകളെല്ലാം ചെയ്യാനായി ഞങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവോ? എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആലയം നിങ്ങളുടെ ദൃഷ്ടികളിൽ അക്രമികളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. ആരംഭത്തിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിച്ച ഷീലോയിലെ എൻ്റെ സ്ഥലത്തേക്ക് ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ തിന്മയെ പ്രതി ഞാൻ അതിനോട് ചെയ്തത് നിങ്ങൾ കാണുവിൻ. ഇപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്യുന്നതിനാൽ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, തീക്ഷ്ണതയോടെ സംസാരിച്ചു, എന്നാൽ നിങ്ങൾ കേട്ടില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു, എന്നാൽ നിങ്ങൾ മറുപടി നൽകിയില്ല. നിങ്ങൾ ആശ്രയം അർപ്പിക്കുന്ന എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കുമായി ഞാൻ നൽകിയ ഈ സ്ഥലത്തോടും ഷീലോയോട് പ്രവർത്തിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്യും. നിങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും ഓരോ എഫ്രായിം സന്തതിയെയും നിഷ്കാസനം ചെയ്തതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യും. ആരാധനയിലെ അനാചാരങ്ങൾ. നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി നിലവിളിയും പ്രാർത്ഥനയും ഉയർത്തരുത്, എന്നോട് മാധ്യസ്ഥ്യം യാചിക്കരുത്. എന്തെന്നാൽ ഞാൻ നിന്നെ കേൾക്കുകയേയില്ല. യൂദായുടെ നഗരങ്ങളിലും ജെറുസലേമിൻ്റെ തെരുവീഥികളിലും അവർ ചെയ്യുന്നതൊന്നും നീ കാണുന്നില്ലേ? ആകാശരാജ്ഞിക്ക് അപ്പമുണ്ടാക്കാൻ മക്കൾ വിറക് പറക്കുന്നു, പിതാക്കന്മാർ തീ കത്തിക്കുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയാർപ്പണം നടത്തുന്നു. എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത്? സ്വന്തം മുഖം ലജ്ജ അണിയും വിധം തങ്ങളെ തന്നെയല്ലേ? കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നാഥനായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇതാ എൻ്റെ കോപവും എൻ്റെ ക്രോധവും ഈ സ്ഥലത്തേക്ക് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും മേലും വയലിലെ വൃക്ഷങ്ങളുടെയും നിലത്തിൻ്റെ ബലത്തിന്മേലും ചൊരിയപ്പെടുന്നു. അത് ജ്വലിക്കും, അത് ശമിക്കുകയില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ ബലികളോട് നിങ്ങളുടെ ഹോമയാഗങ്ങളും ചേർത്ത് മാംസം ഭക്ഷിച്ചുകൊള്ളുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന ദിവസം ഹോമയാഗത്തിൻ്റെയും ബലികളുടെയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. മറിച്ച് ഇക്കാര്യമാണ് ഞാൻ അവരോട് കൽപ്പിച്ചത്: നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുവിൻ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും, നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾക്ക് നന്മയുണ്ടാകാനായി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഓരോ വഴിയിലും നടക്കുവിൻ.
എന്നാൽ അവർ ശ്രവിക്കുകയോ തങ്ങളുടെ ചെവി ചായ്ക്കുകയോ ചെയ്തില്ല. പ്രത്യുത തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ ആലോചനകളിൽ അവർ നടന്നു. എന്നാൽ അവർ പോയത് പുറകോട്ടായിരുന്നു, മുന്നോട്ടായിരുന്നില്ല. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ തുടങ്ങി ഇന്നുവരെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാരെയെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ജാഗ്രതയോടെ അയച്ചിട്ടുണ്ട്. എന്നാൽ അവർ എന്നെ ശ്രവിച്ചില്ല, തങ്ങളുടെ ചെവി ചായ്ച്ചതുമില്ല. അവർ തങ്ങളുടെ പിടലി കടുപ്പിച്ച് പൂർവികന്മാരെക്കാൾ കൂടുതൽ തിന്മ ചെയ്തു. നീ അവരോട് ഈ വചനങ്ങളെല്ലാം പറയണം. എന്നാൽ അവർ നിന്നെ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം നൽകുകയില്ല. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനതയാണിത്. വിശ്വസ്തത നശിച്ചിരിക്കുന്നു. തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അത് വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നീ നിന്റെ മുടി അറുത്തെറിയുക, മുട്ടക്കുന്നുകളിൽ ഒരു വിലാപഗാനം ഉയർത്തുക. കാരണം തൻ്റെ ക്രോധത്തിനിരയായ തലമുറയെ കർത്താവ് ഉപേക്ഷിക്കുകയും വിസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ എൻ്റെ മുമ്പിൽ യഹൂദ്യർ തിന്മ ചെയ്തിരിക്കുന്നു. എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ആലയത്തെ അശുദ്ധമാക്കാനായി അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിൽ ദഹിപ്പിക്കാൻ ബെൻഹിന്നോം താഴ്വരയിൽ അവർ തോഫെത്തിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു. ഞാൻ കൽപ്പിച്ചതല്ല അത്, എൻ്റെ മനസ്സിൽ ഉദിച്ചതുമല്ല. ആകയാൽ ഇതാ ദിനങ്ങൾ വരുന്നു, കൊലയുടെ താഴ്വര എന്നല്ലാതെ തോഫെത്തെന്നോ ബെൻഹിന്നോം താഴ്വരയെന്നോ അതിനുമേൽ പറയപ്പെടുകയില്ല. സ്ഥലമില്ലാത്തതിനാൽ തോഫെത്തിൽ അവർ സംസ്കാരം നടത്തും. കർത്താവിൻ്റെ അരുളപ്പാട്. ഈ ജനത്തിൻ്റെ മൃതശരീരം ആകാശത്തിലെ പക്ഷികൾക്കും വയലിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായിത്തീരും. അവയെ ഭയപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. യൂദാ നഗരങ്ങളിൽ നിന്നും ജെറുസലേം തെരുവീഥികളിൽ നിന്നും സന്തോഷധ്വനിയും ആനന്ദാരവവും മണവാളൻ്റെ ശബ്ദവും മണവാട്ടിയുടെ സ്വരവും ഞാൻ ഇല്ലാതാക്കും. ദേശം നിശ്ചയമായും ഒരു നാശക്കൂമ്പാരമായിത്തീരും. എസെക്കിയേൽ അധ്യായം 36. ഇസ്രായേലിന് നവജീവൻ. മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക. നീ പറയുക, ഇസ്രായേൽ മലകളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ആഹാ, പുരാതന ശൃംഗങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയുക, നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. നിങ്ങളെ അവർ വിജനമാക്കി, എല്ലാ വശത്തു നിന്നും ഞെരുക്കി. അങ്ങനെ നിങ്ങൾ ജനതകളിൽ ശേഷിച്ചിരുന്നവരുടെ കൈവശമായി. ആ ജനത്തിൻ്റെ സംസാരത്തിനും നിന്ദാവചനത്തിനും നിങ്ങൾ പാത്രമായി തീർന്നു. അതിനാൽ ഇസ്രായേൽ മലകളെ, നാഥനായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ചുറ്റുമുള്ള ജനതകളിൽ ശേഷിച്ചിരിക്കുന്നവരുടെ പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും മരുഭൂമിയോടും നിർജ്ജന നഗരങ്ങളോടും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടും കൂടെ എൻ്റെ ദേശം സ്വന്തമാക്കി ഏതോ മുഴുവനോടും ജനതകളിൽ ശേഷിച്ചിരിക്കുന്നവർക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു. അതിനാൽ ഇസ്രായേൽ ദേശത്തെപ്പറ്റി പ്രവചിക്കുക. മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക, നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും അസൂയയോടും കൂടി പറഞ്ഞിരിക്കുന്നു. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ഞാൻ എൻ്റെ കരം ഉയർത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ തന്നെ നിന്ദനമേൽക്കും. ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ വീശി എൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. കാരണം അവരുടെ ആഗമനം അടുത്തിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്കരികയാണ്. ഞാൻ നിങ്ങളിലേക്ക് മുഖം തിരിക്കും. നിങ്ങളിൽ ഉഴവും വിതയുമുണ്ടാകും. നിങ്ങൾക്കിടയിലെ മനുഷ്യരെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ഇടയിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ വർദ്ധിപ്പിക്കും. അവർ വളർന്ന് പെരുകും. പൂർവ്വകാലങ്ങളിലെന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും. അങ്ങനെ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. മനുഷ്യർ, എൻ്റെ ജനമായ ഇസ്രായേൽ തന്നെ നിന്നിൽ നടക്കുന്നതിന് ഞാൻ ഇടയാക്കും. അവർ നിന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാവുകയും ചെയ്യും. മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു.
നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് ഇനി നീ മനുഷ്യരെ വിഴുങ്ങുകയോ നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിലാഴ്ത്തുകയോ ചെയ്യുകയില്ല. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് വീണ്ടും നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല. ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസമേൽക്കുകയോ നിന്റെ ജനത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി. എൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും അതിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച അവരുടെ വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല ദേശങ്ങളിലായി ചിതറിക്കപ്പെട്ടു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. അവർ ജനതകളുടെ ഇടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എത്തിയിടത്തെല്ലാം അവർ എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി. ഇവരാണ് കർത്താവിൻ്റെ ജനം. എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെപ്പറ്റി പറഞ്ഞു. തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി. അതിനാൽ ഇസ്രായേൽ ഭവനത്തോട് നീ പറയുക: നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തെ നിങ്ങളുടെ ഇടയിൽ ഞാൻ മഹത്വപ്പെടുത്തും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ ഞാൻ മഹത്വപ്പെടുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ വിളിച്ചുകൂട്ടി സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് ചേർത്ത് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധരാക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനയിൽ ചരിക്കുന്നവരും നീതി പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും ആക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും ഞാൻ സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേൽ വംശമേ, നിങ്ങളുടെ മാർഗങ്ങൾ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുക. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങൾ ആവാസപൂർണമാക്കും. നശിപ്പിക്കപ്പെട്ടവ പുനരുദ്ധരിക്കപ്പെടും. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജനപ്രദേശത്ത് കൃഷിയുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയും: ശൂന്യമായി കിടന്നിടമെല്ലാം ഏദൻ തോട്ടം പോലെയായിരിക്കുന്നു. ശൂന്യവും തകർക്കപ്പെട്ടതും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു. അവിടെ അവർ വസിക്കുന്നു. നശിപ്പിക്കപ്പെട്ടവ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം നട്ടുവളർത്തുന്നതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അറിയും. കർത്താവായ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞാനത് നടപ്പിലാക്കും. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ആട്ടിൻപറ്റത്തെ എന്ന പോലെ ജനത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇസ്രായേൽ ഭവനം ഇനിയും എന്നോട് അപേക്ഷിക്കും. വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ, തിരുനാളുകളിൽ ജെറുസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജന നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അജഗണത്തെക്കൊണ്ട് നിറയും. ഞാൻ കർത്താവാണെന്ന് അപ്പോൾ അവർ അറിയും. സുഭാഷിതങ്ങൾ അധ്യായം 14 വാക്യങ്ങൾ 29 മുതൽ 32 വരെ. കോപവിമുഖത വിവേകാധിക്യമാണ്. ഓജസറ്റവൻ വിഡ്ഢിത്തം ഉയർത്തുന്നു. പ്രശാന്തമായ മനസ്സാണ് ശരീരങ്ങളുടെ ജീവൻ, അസൂയ അസ്ഥികളുടെ ജീർണതയും. ദരിദ്രനെ ഞെരുക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. അഗതിയോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു. ദുഷ്ടൻ തൻ്റെ തിന്മയിൽ പുറന്തള്ളപ്പെടുന്നു.
നീതിമാൻ തൻ്റെ നിഷ്കളങ്കതയിൽ അഭയം കണ്ടെത്തും. പ്രിയമുള്ളവരെ, 230 ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവം നമ്മോട് കാണിച്ച അനന്തമായ കരുണയുടെയും പരിപാലനയുടെയും നന്മയുടെയും വഴികളോർത്ത് ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ജെറമിയ പ്രവചനം 7-ാം അധ്യായം വളരെ നിർണായകമായ തന്ത്രപ്രധാനമായ ഒരു അധ്യായമാണ്. ദേവാലയത്തിലെ പ്രസംഗമാണ് ജെറമിയ 7-ലെ പ്രതിപാദന വിഷയം. ദേവാലയത്തിൽ നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ വീണ്ടും വീണ്ടും പ്രവചിച്ചിരുന്നു. ദേവാലയത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് ദൈവത്തിൻ്റെ ക്രോധം നഗരത്തിൻ്റെ മേൽ വരുമെന്ന് നിരന്തരമായി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. എന്നാൽ അത് ആ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കാതെ കർത്താവിൻ്റെ ആലയം ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്ന പൊള്ള വാക്കുകളിൽ അവർ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. ജീവിതം നേരെയാക്കാൻ പരിശ്രമിക്കാതെ, അയൽക്കാരനോട് നീതി പ്രവർത്തിക്കാതെയും പാവപ്പെട്ടവരെ ഞെരുക്കിയും നിഷ്കളങ്ക രക്തം ചിന്തിയും വിഗ്രഹാരാധന ഒരു ഉന്മാദം പോലെ കൊണ്ടു നടന്നും ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിച്ച ഈ ജനം തങ്ങളുടെ ഹൃദയത്തിൽ അവർ ഒരലംഭാവം പോലെ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു: കർത്താവ് സ്ഥാപിച്ച, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നിർമ്മിച്ച ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്ന കാലത്തോളം നഗരം നശിപ്പിക്കപ്പെടുകയില്ലെന്നും ദേവാലയം നശിപ്പിക്കപ്പെടുകയില്ലെന്നും ഈ ജനം വെറുതെ വ്യർത്ഥമായി ചിന്തിച്ചിരുന്നു. ഇതിനെയാണ് ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന്, ദേവാലയത്തിൻ്റെ കവാടത്തിൻ്റെ മുൻപിൽ നിന്ന് ജെറമിയ പരിഹസിക്കുന്നതും അതിനെതിരെ പ്രവചിക്കുന്നതും. മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും ആണയിടുകയും വിഗ്രഹത്തെ ധൂപമർപ്പിച്ച് ആരാധിക്കുകയും ചെയ്തിട്ട് യഹോവയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം നിങ്ങളെ സംരക്ഷിക്കും എന്ന് നിങ്ങൾ പറയുന്ന ഈ വ്യർത്ഥ വാക്കുകൾ ഗുരുതരമായ ഗൗരവതരമായ തിന്മകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. മാത്രമല്ല, വിഗ്രഹാരാധനയുടെ ഏറ്റവും ഉഗ്രമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അവർ ദേവാലയത്തിൽ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിലും അവർ മടി കാണിക്കുന്നില്ല. ഒരേ സമയത്ത് വിഗ്രഹങ്ങളുടെ പിന്നാലെയും അതേ സമയത്ത് അവർ യഹോവയെ ആചാരപരമായി ആരാധിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന ആ കാപട്യത്തെ പ്രവാചകൻ തുറന്ന് കാണിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകനിലേക്ക് വരുമ്പോൾ എസെക്കിയേലിൽ കാണുന്ന വേദനാജനകമായ പ്രവചനങ്ങളുടെ നടുവിൽ ഈ 36-ാമത്തെ അധ്യായം വളരെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു പ്രവചനമാണ്. എസെക്കിയേൽ പറയുന്നത്: ജനതകളുടെ ഇടയിലേക്ക് ചിതറിപ്പോയ, പ്രവാസത്തിലേക്ക് പോയ എൻ്റെ ജനം ആ ജനതകൾ ദൈവത്തെ ദുഷിക്കുന്നതിന് കാരണമാക്കി. കാരണം അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നും ആ ജനം ഇങ്ങനെ ചിതറിപ്പോയെന്നും പറയുമ്പോൾ അശുദ്ധമാക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ നാമമാണെന്ന് പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് അശുദ്ധമാക്കപ്പെട്ട എൻ്റെ നാമത്തെ പ്രതി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഞാൻ നിങ്ങളെ സകല ജനതകളിൽ നിന്നും ഒരുമിച്ച് ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഒരു കാലത്ത് ജനവാസമില്ലാതെ ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിനിടയായ ഈ ദേശത്ത് ഞാൻ നിങ്ങളെ വീണ്ടും നട്ടുവളർത്തും. പ്രധാനമായും എസെക്കിയേൽ പറയുന്ന ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ശുദ്ധജലം തളിക്കുക, പുതിയ ഹൃദയം നൽകുക, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ വർഷിക്കുക. ഇത് മൂന്നും എസെക്കിയേൽ പ്രവചിച്ചത് ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചാണെങ്കിലും പുതിയ നിയമസഭയിലാണ് ഇത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. മാമോദീസ ജലം തളിക്കപ്പെടുകയും മാമോദീസായിലൂടെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര പ്രവൃത്തിയിലാണ് യഥാർത്ഥത്തിൽ എസെക്കിയേലിൻ്റെ ഈ പ്രവചനം പൂർത്തിയാവുന്നത്. അങ്ങനെ പുനരുദ്ധരിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ പ്രവാചകൻ വെളിപ്പെടുത്തി ഈ നഗരം തകർക്കപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ജനത്തെ ആശ്വസിപ്പിക്കുന്നതാണ് എസെക്കിയേലിൽ കാണുന്നത്. ജീവിതം തിരുത്താനാണ് യഥാർത്ഥത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത്. ജെറമിയായിൽ കർത്താവ് അത് വ്യക്തമായി അവരോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത്, നിങ്ങളെ മരുഭൂമിയിലൂടെ ഞാൻ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ബലികളും കാഴ്ചകളും അർപ്പിക്കണമെന്നല്ല ആദ്യം ആവശ്യപ്പെട്ടത്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കണം എന്നാണ്, എൻ്റെ സ്വരം കേൾക്കണമെന്നാണ്
അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായി തീരും എന്ന് ആണ്. ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ദൈവകൽപ്പനകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് സ്വീകരിക്കാതെ, വ്യർത്ഥമായി ചില ആചാരങ്ങളിലും ആരാധനാ രീതികളിലും ആശ്രയിച്ചാൽ അത് നിങ്ങളെ രക്ഷിക്കില്ല എന്നാണ് പ്രവാചക വചസ്സുകളുടെ വ്യംഗ്യം. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും കാലികമായി ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതും ഒരുപക്ഷെ ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു ഭയാനകമായ തിന്മയാണ്. ആചാരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം, ആചാരങ്ങൾ കൃത്യമായി ചെയ്യാം, ചില അനുഷ്ഠാന വിധികൾ മുടക്കം കൂടാതെ നിർവഹിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലാണെന്ന്. എന്നാൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ആരാധനയും ഈ ദൈവാശ്രയവും ഈ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ഈ വചനവായനയും എല്ലാം നമ്മളെ എത്തിക്കേണ്ടത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്ന അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുക എന്ന അവസ്ഥയിലേക്കാണ്. ആ രൂപാന്തരം നമ്മളിൽ സംഭവിക്കാതിരിക്കുമ്പോൾ ഈ ആരാധനകളെല്ലാം ദൈവം വെറുക്കുന്ന മ്ലേച്ഛതകളായി മാറുകയാണ് എന്നതാണ് ഒരു പ്രവാചകനല്ല, എല്ലാ പ്രവാചകന്മാരും ആവർത്തിച്ച് പറഞ്ഞ കാര്യം. ഹൃദയത്തിൻ്റെ നവീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. മാനസാന്തരത്തെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റൊരു വലിയ കാര്യവും നമുക്ക് ചെയ്യാൻ ഇല്ല. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് യേശുവിൻ്റെ വചനം. നല്ല കർത്താവേ, ഈ പ്രഭാതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവാലയത്തിലെ പ്രസംഗം ജെറമിയ നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന് കൊണ്ടുവന്നത് വേദനാജനകമായ ജീവിതാനുഭവങ്ങളാണ്. കർത്താവേ, മറയില്ലാതെ കലർപ്പില്ലാതെ നിർഭയം ദൈവത്തിൻ്റെ സ്വരം ഈ ലോകത്തിന് വെളിപ്പെടുത്താനുള്ള ധൈര്യവും ആർജവത്വവും സത്യസന്ധതയും തീക്ഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറമിയ ഈ പ്രവചനം നടത്തി 40 വർഷം കഴിയുമ്പോൾ ദേവാലയം തകർക്കപ്പെട്ടു. ഷീലോയിലെ ആരാധനാലയത്തിന് സംഭവിച്ചത് തന്നെ ഈ ദേവാലയത്തിന് സംഭവിക്കുമെന്ന് ജെറമിയ പ്രവചിച്ചു. കർത്താവെ, ഈ വാക്യങ്ങളാണല്ലോ ജെറുസലേം ദേവാലയം റോമാക്കാർ വന്ന് നശിപ്പിക്കും എന്നതിനെ സൂചിപ്പിക്കാൻ ഈശോയും എടുത്ത് പിന്നീട് ഉദ്ധരിക്കുന്നത്. കർത്താവെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വരാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് മുന്നേയുള്ള മുന്നറിയിപ്പുകളായി കണ്ട് അതിൻ്റെ ഗൗരവത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും ഒരു നല്ല ദിവസം ദൈവമഹത്വത്തിനായി നമുക്ക് ജീവിക്കാം. മഹത്വം യേശു കർത്താവിന് മാത്രം. ക്രിസ്തു യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.